ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം. നമ്മൾ വൈകുന്നേരം മുതൽ സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ ചെറിയ ഉഴപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡേ ഒക്കെയാണ് ഇന്ന്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റീവ്നെസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇപ്പം മുടി കെട്ടാനാണ് ഇരിക്കുന്നത്. ആൻഡ് ഗൈസ്, ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയതിന് ശേഷം ഇപ്പോഴാണ് ബ്രെയ്ഡ്സ് ഒന്ന് ട്രൈ ചെയ്യുന്നത് ഹെയറിൽ. ലോങ് ഹെയർ ആയിരുന്നു പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷോർട്ട് ഹെയറിൽ ഈ പിന്നലൊന്ന് ട്രൈ ചെയ്തപ്പോഴേക്കും നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ അതിന്റെ ചെറിയ ഷോ ഓഫ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ആട്ടി കളിക്കുന്നുണ്ട്. കാരണം ഷോർട്ട് ഹെയറിൽ ഇപ്പോഴാണ് ബ്രെയ്ഡ്സ് ഒന്ന് ശരിക്കും നിൽക്കുന്നത്. അതിന്റെ ഒരു സന്തോഷ പ്രകടനം അത്രേ ഉള്ളൂ. പിന്നെന്താ, ആ സന്തോഷമൊക്കെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പഠിക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ എണീറ്റത്. അപ്പൊ നമുക്ക് ഫിസിക്സിന്റെ കുറച്ച് ക്ലാസ് കാണാണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അതും ഞാൻ കാണുന്നത് ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അത് എന്തിനാണ് പിന്നെയും കാണുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല, പക്ഷെ എനിക്ക് കാണാൻ തോന്നി, അതുകൊണ്ട് കാണാന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടാവല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ കാണുന്നത്. അപ്പം ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങോട്ട് കാണുകയാണ്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ക്ലാസ് കാണാൻ, കുറച്ച് കൂടുതൽ കാണാനുണ്ട്. അപ്പൊ അതിന്റെ പകുതിയെങ്കിലും തീർക്കുക. പിന്നെ ക്ലാസ് കാണുമ്പം ലൈക്ക് പാർട്ടായിട്ടാണ് കാണുന്നത്. ഓരോ പാർട്ട് കാണുമ്പോഴും കണ്ട ഉടനെ തന്നെ ആ പാർട്ടിൽ പഠിപ്പിച്ച സാധനങ്ങൾ അപ്പം പഠിച്ചു പോവാ എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല, ഞാൻ ചെയ്തു വന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആൻഡ് മെയിൻലി നമ്മൾ ക്വസ്റ്റ്യൻസിലാണ് ഫോക്കസ് ചെയ്തത്. കോൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി മുന്നേ എക്സാംസിനൊക്കെ വേണ്ടി പഠിച്ചിട്ടുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ സോൾവ് ചെയ്യുക എന്നതായിരുന്നു നമ്മളെ ടാർഗറ്റ്. അങ്ങനെ എന്തായാലും നേരം വെളുക്കുന്നവരെ ഈ ഫിസിക്സിൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ മര്യാദയ്ക്ക് ഇരുന്ന് ക്ലാസ് കണ്ട് പഠിച്ച് അങ്ങനെ പോകണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ എൻ്റെ ഓണം എക്സാമിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ആദ്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യേണ്ട എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ ഓണം എക്സാമിന്റെ മാർക്ക് റിവീൽ ചെയ്യോ, ഓണം എക്സാമിന്റെ മാർക്കിന്റെ വീഡിയോസ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഇതങ്ങ് പറയാന്ന് വിചാരിച്ചു. പിന്നെ മാത്സിനെ കുറിച്ച് ഒരു കാര്യം ചോദിച്ചിട്ട് ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടായിരുന്നു. ലൈക്ക് അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും ആ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ബ്ലാങ്ക് ആവും എന്നുള്ള രീതിയിലൊരു കമന്റ്. പക്ഷെ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കുറേയൊക്കെ കുറയുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ എക്സാം ഹോളിൽ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴേക്കും ടെൻഷൻ കാരണം ബ്ലാങ്ക് ആവുന്നതും ഉണ്ട്. അത് വേറൊരു സൈഡ്. അങ്ങനെ പല സൈഡും ഇതിനുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ പ്ലാന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയായിരുന്നു. ലൈക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഓരോ ക്ലാസ് കാണുക, അതിന്റെ നോട്ട്സ് പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യേണ്ടായിരുന്നത് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് ആ ക്ലാസിന്റെ അകത്ത് ഭയങ്കര ലോ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്, വെറുതെ ഈ ക്ലാസ്സും കണ്ട് ക്വസ്റ്റ്യൻസും ചെയ്ത് സമയം കളയുന്ന സമയത്ത് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. കാരണം കോൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ. അങ്ങനെ ആ വാക്കും കേട്ട് എനിക്ക് അതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നി ഞാൻ എന്റെ പ്ലാനിന് ചെറിയൊരു ചേഞ്ച് വരുത്തിയായിരുന്നു. ആൻഡ് നേരം നല്ല പരപരാ വെളുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ നേരം വെളുത്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അത് കുറച്ചുകൂടെ നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാറുന്നു എന്ന് എനിക്ക് തോന്നി. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും ആശ്വസിച്ചു. പിന്നെ നേരം വെളുത്തതിന് ശേഷം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ എക്സ്ട്രീം ഹൈ ലെവൽ ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും സോൾവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ ക്യാമറയുടെ മുന്നിൽ ഷോയും കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മ പോയി പഞ്ചസാര മേടിക്കാൻ ഓർഡർ തന്നത്. പിന്നെ അവിടെ ഇരുന്ന് 50 രൂപ എടുത്തിട്ട് പിന്നെ സ്കൂട്ടി എടുത്ത് നേരെ പഞ്ചസാര മേടിക്കാനായിട്ട് വിട്ടു. പിന്നെ വണ്ടിയിലും ഉണ്ട് കേസ് ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞ് തീർന്നതിന് മുന്നേ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെന്താ, സ്കൂട്ടി എടുക്കുക, പോയി പഞ്ചസാര മേടിക്കുക, തിരിച്ചു വരിക, അത് തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ സ്കൂട്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോ കാണുമ്പോൾ അമ്മയുടെ വരയ്ക്കുന്ന കേക്കൊന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പഞ്ചസാര മേടിച്ചുകൊണ്ട് വന്നു. ഇതൊക്കെയും പ്രൊഡക്റ്റീവ് ആവുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ടുട്ടുവിന്റെ ഒരു ചെറിയ സ്നേഹപ്രകടനമെങ്കിലും ഉണ്ടാവും. ആൻഡ് അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടത്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കൽ പരിപാടിക്കാണ് കടന്നത്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ബ്രെഡ് ടോസ്റ്റും പിന്നെ അവിടെ ഇരുന്ന് വെട്ട് കേക്കുമാണ് അടുത്ത് കഴിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ 2 ബ്രെഡ് കഴിച്ചപ്പോഴേക്കും ഞാൻ മടുത്തു. അപ്പൊ അങ്ങനെ മടുത്ത സ്ഥിതിക്കൊന്നും ഓണാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ 2 സ്റ്റെപ്പ് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇട്ട് കുറച്ചു നേരം തുള്ളി നമുക്ക് അവിടെ പരിപാടിയിലേക്ക് കിടക്കാം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മളെ വിചാരം പോലെ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. ഓണാൻ വേണ്ടി ഇട്ട സ്റ്റെപ്പ് കാരണം പിന്നെ ഓഫ് ആവേണ്ടി വന്നു. നല്ല രീതിക്ക് ക്ഷീണം ഉറക്കം ഉണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂർ അങ്ങ് ഉറങ്ങാന്ന് വിചാരിച്ച് കിടന്നു. 11:30 ആവാറായപ്പോഴാണ് കിടന്നത്. പിന്നെ 12:30 അലാം വെച്ച് കിടന്നതാണ്. പിന്നെ എണീറ്റത് 1:30 ആവാറായപ്പോഴാണ്. അപ്പൊ എണീറ്റ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടായിരുന്നു. പിന്നെയും ഞാൻ കിടക്കാൻ ശ്രമിച്ചെങ്കിലും എന്റെ അമ്മ എന്നെ സമ്മതിച്ചില്ല. അങ്ങനെ പകുതി ഉറക്കത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് എണീറ്റു. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ നേരത്തെ എണീക്കാറ് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം എണീറ്റപ്പോഴേക്കും കുറച്ചൊന്ന് എനർജറ്റിക് ആയപ്പോഴേക്കും അങ്ങ് ഓഫായി പോയതാണ്. പിന്നെ അമ്മ അത്രയും നേരം കിടന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴെങ്കിലും എണീറ്റത്, അല്ലെങ്കിൽ ഇന്നൊന്നും എണീക്കില്ലായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു റെഡ് ടീഷർട്ട് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്റെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും അത് ബ്ലാക്ക് ആയി. ഉറങ്ങാൻ കിടന്നപ്പോഴേ ബ്ലാക്ക് ആയിരുന്നു. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് ടീഷർട്ട് ഒരു ചാക്കിന്റെ ക്ലോത്ത് വെച്ചാണ്
ഉണ്ടാക്കിയത്. ഒടുക്കത്തെ ചൂടെടുക്കലായിരുന്നു. അതുകൊണ്ട് ഡാൻസോ കളിച്ച് ക്ഷീണിച്ചപ്പോഴേക്കും ഞാൻ വേഗം അതങ്ങ് മാറ്റിയതാണ്. ആ ടീഷർട്ട് ഒന്ന് മാറ്റിയപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ മനസ്സോടെ എണീറ്റ് ഉറക്കത്തിന് ശേഷം നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. നല്ല അടിപൊളി പൂരിയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ അതങ്ങോട്ട് ആസ്വദിച്ച് ഉപ്പുമുളകും കണ്ടുകൊണ്ട് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ചോറ് തീറ്റ കുറച്ചിട്ടുണ്ട്. മറ്റേ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഫുൾ ടൈം ചോറായിരുന്നു. ഇപ്പൊ പിന്നെ ഗോതമ്പും അത് ഇത് കഴിച്ച് അങ്ങനെ പോകും. പിന്നെ ഞാൻ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്യല്. പക്ഷെ ഇന്നത്തെ കറിക്ക് ഒടുക്കത്തെ എരിവായതുകൊണ്ട് ഞാൻ പിന്നെ അപ്പം തന്നെ വെള്ളം കുടിക്കേണ്ടി വന്നു. പക്ഷെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും പോകാൻ നല്ല മടിയുണ്ട്. ഞാൻ സാധാരണ അങ്ങനെയാണ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും അരമണിക്കൂർ അവിടെ തന്നെ കുത്തിയിരിക്കും. ആ കണ്ടോണ്ടിരിക്കുന്ന എപ്പിസോഡ് കഴിയാണ്ട് പോകാനൊരു മൂഡ് ഉണ്ടാകത്തില്ല. പിന്നെ പ്ലേറ്റും കപ്പും ഒക്കെ അവിടെ തന്നെ വെച്ചു. പിന്നെ പതുക്കെ പ്ലേറ്റ് എടുത്തു, പിന്നെ കപ്പ് എടുത്തു, പിന്നെ കുറച്ച് നേരം അതും പിടിച്ചോണ്ടിരുന്നു. പിന്നെ പതുക്കെ എണീറ്റ് പോയി. ഇപ്പൊ എണീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഈ കാണുന്ന ചെരുപ്പുണ്ടല്ലോ, കുറച്ചധികം കാലം ഞാൻ കഴുകണം എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് നടത്തിയേ പറ്റൂ എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ നേരെ കൈയോട് പോയി അതങ്ങ് പൊക്കി നേരെ പോയി കഴുകി എടുത്തോണ്ട് വന്നു. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ കഴുകിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില ഭാഗങ്ങളൊന്നും കഴുകിയിട്ട് വേണ്ടി വൃത്തിയാവുണ്ടായിരുന്നില്ല. പിന്നെ കഴുകുന്ന സമയത്തിൽ ഒരു ചെരുപ്പ് കഴുകിയിട്ട് മറ്റേ ചെരുപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ കഴുകിയ ചെരുപ്പൊക്കെ അവിടെ സേഫ് ആയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. നമുക്കൊരു ചാപ്റ്ററിൽ 70 സംതിങ് പേജസ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലാസ് കണ്ടിട്ടാണെങ്കിൽ 2-3 ദിവസമായിട്ടുണ്ട്. ഇതുവരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ക്ലാസ് കണ്ടത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി തലേ ദിവസം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു എന്നല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നെങ്കിലും അത് പഠിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ 70 പേജ് പഠിച്ചുകൊണ്ടൊന്നും ആ ചാപ്റ്റർ ഫുൾ ആവത്തില്ല. ആ ചാപ്റ്ററിൽ ടോട്ടലി ഒരു 140 എത്രയോ പേജസ് ഉണ്ട്. അപ്പൊ 2-3 ദിവസം മുന്നേ കണ്ട ക്ലാസ് 70 സംതിങ് പേജസ് കവർ ചെയ്യുന്നതായിരുന്നു. അപ്പൊ അത്രയും സംഭവങ്ങളൊന്ന് പഠിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഫുൾ അങ്ങനെ തറോ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി അതും ഇതൊക്കെ നോക്കി പോകുന്നു. ഇപ്പൊ പഠിക്കുന്ന ചാപ്റ്ററിന് മുന്നേ ഇനി 2-3 ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് തോന്നിയ ചാപ്റ്റർ നോക്കി പഠിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഓർഡറിലൊന്നല്ല ഞാൻ പോകുന്നത്. പിന്നെ ഈ പഠിക്കുന്ന നോട്ട്സ് ഒക്കെ എനിക്ക് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ മടി എന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ തൽക്കാലം നമ്മളതിൽ നോട്ട്സ് ഉണ്ടല്ലോ PDF ആയിട്ട്, പിന്നെ അത് നോക്കി അങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമയം കിട്ടുമ്പോഴും മൂഡ് ഉള്ളപ്പോഴും നമുക്ക് അങ്ങ് എഴുതിയെടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 76 പേജ് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ കുറച്ച് ടൈം എടുത്ത് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് വൈകുന്നേരം പഠിക്കാൻ തുടങ്ങിയതാണ്. പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് രാത്രി 2 നീണ്ടു വെക്കുന്നുള്ള കാര്യം. പിന്നെ ഇത് എന്തെങ്കിലും തീർത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ അടുത്തൊന്നും തൊടില്ലാന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ തീർത്തേ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ തലയിൽ പോയി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, കുളിക്കാനായിട്ട് തന്നെ. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. പിന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം ബാക്കിയും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ നമ്മളതിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ തീർത്തപ്പോഴേക്കും സമയം 8:30 ആവാറായിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളായിട്ട് തീർത്തിട്ടില്ല. അതിൽ 1-2 ഭാഗം കൂടെ നമുക്ക് ബാക്കിയായിട്ടുണ്ട്. അത് ചെറിയ പോർഷനാണ്, പെട്ടെന്ന് തീരും. പിന്നെ നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള കുറച്ചുകൂടെ ഒന്ന് തീർത്തിട്ട് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ജനലും തുറന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയിരിക്കുകയാണെങ്കിൽ കാരണം അവിടെ നിന്ന് തണുത്ത കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിരുന്നങ്ങ് പഠിച്ചു. അത് പിന്നെ പെട്ടെന്ന് തീർന്നുകൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയി ബ്രെഡും ചിക്കൻ കറിയുമാണ് എടുത്ത് കഴിക്കാൻ നിന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബ്രെഡ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചോറ് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തിയേക്കാണ്. ആഴ്ചയിൽ ഒരിക്കലേ കഴിക്കാറുള്ളൂ. പിന്നെ ആസ് ഓൾവേസ് ഉപ്പുമുളകും കണ്ടുകൊണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കലുണ്ടല്ലോ. പിന്നെ അതിന്റെ ഒരു ഭാഗമായിട്ട് ലാപ്പിൽ ഇങ്ങനെ അതും ഇതും കണ്ടുകൊണ്ട് പിന്നെ കൂടെ തന്നെ ബാക്കി ആ ഒരു ഉപ്പുമുളകിന്റെ എപ്പിസോഡ് കണ്ടുകൊണ്ട് നമ്മളിരുന്നു. കണ്ട ഒരു പഠിപ്പിലൊക്കെ ഉണ്ടെങ്കിലും ആക്ച്വലി ഐ എം നോട്ട്. സോ ലുക്ക് വൈസ് ആവട്ടെ, വീഡിയോ വൈസ് ആവട്ടെ, എന്ത് വയസ്സും ആവട്ടെ, എന്നെ ജഡ്ജ് ചെയ്യരുത്. എൻ്റെ മാർക്കിനെ ജഡ്ജ് ചെയ്യരുത്. എന്നെ ജഡ്ജ് ചെയ്താലും ഇല്ലെങ്കിലും ലൈക്ക് ഇറ്റ്സ് ടോട്ടലി എ ഫെയിലിയർ. ഈ ഓണം എക്സാം മാർക്കൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് ആക്ച്വലി അറിയില്ല. ഞാൻ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ ഓണം എക്സാം മാർക്ക് റിവ്യൂലൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ അവർക്കൊക്കെ ഇത്രയും മാർക്കുണ്ട്. ആൻഡ് ഷീ സെഡ് അവരൊക്കെ സ്റ്റേറ്റാണ്, നമ്മൾ CBSE ആണ്, അതിൻ്റെ ഹാർഡ്നെസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നല്ല കുറവാണ്. അതൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് ഞാൻ കണക്കൂട്ടുന്നില്ല. സോ ഗൈസ്, ഓണം എക്സാം മാർക്ക് ഷീറ്റ് റിവീൽ ക്യാൻസൽഡ്. ഓക്കെ, ഓണം എക്സാം നല്ല, ക്രിസ്മസ് വലിയ ഒരു തേങ്ങ ഉണ്ടാവില്ല, എനിക്കറിയില്ല. ഇറ്റ് ഡിപ്പെൻസ്. അതെ ഗൈസ്, ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞ മൊത്തം സത്യം തന്നെയാണ്, കള്ളമൊന്നുമല്ല. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒരു ചാപ്റ്റർ കൂടെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. എനിക്ക് അത്ര വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു റിവിഷനും കൂടെ നടത്തണം എന്ന് എനിക്ക് എവിടെയോ ഒരു തോന്നലുണ്ടായപ്പം പിന്നെ അതുകൂടെ പെൻഡിങ്ങിൽ ഇടണ്ട, അതങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കുമായിരുന്നു നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കോളിൽ ഓരോട് ഇങ്ങനെ കുറച്ച് നേരം കലപില സംസാരിച്ചുകൊണ്ടിരുന്നു. അല്ലാണ്ട് എന്ത് ചെയ്യാൻ, കോൾ വന്നാൽ സംസാരിക്കണമല്ലോ. അങ്ങനെ പഠിക്കാനിരിക്കാൻ മൂഡില്ലാതെ പഠിക്കാനിരിക്കുമ്പോഴായിരുന്നു ഈ കോൾ വന്നത്. അപ്പം അതൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയെങ്കിലും കോൾ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പഠിക്കാനിരിക്കാൻ തന്നെയായിരുന്നു
എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ പഠിക്കാൻ വിചാരിച്ച ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചൊരു ചാപ്റ്ററാണ്. എന്നാൽ അത്ര തറവാക്കിയൊന്നും പഠിച്ചിട്ടില്ല. എന്നാലും ആ ചാപ്റ്ററായിട്ട് ചെറുതായിട്ട് ആ ടച്ച് ഒന്ന് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ കോൾ കഴിഞ്ഞ ഉടനെ നമ്മൾ റിവിഷനിലേക്ക് കിടന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള റിവിഷൻ ഒന്നുമല്ല, എന്നാലും എല്ലാം ഒന്ന് ഓടിച്ച് നോക്കി പോകലാണ്. അത് മൊത്തത്തിലൊന്നും തീർന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ മൊത്തത്തിൽ ആ ഒരു മൂടങ്ങ് പോയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പാതിരാത്രിയാണ് ഞങ്ങൾ ഗോസിപ്പിംഗ് ടൈം. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും പിന്നെ കുറെ ബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പാതിരാത്രിയാണ് സംസാരിക്കാൻ തോന്നല്. പിന്നെ സംസാരിക്കാൻ തോന്നുമ്പോൾ സംസാരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം. പിന്നെ നമ്മൾ അപ്പം തന്നെ അങ്ങ് സംസാരിച്ചിരുന്നു. പിന്നെ സംസാരിച്ച് സമയം പോയത് പറഞ്ഞില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പോൾ ഈ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.